പോലീസിനെതിരെ ഗുരുതരാരോപണവുമായി തിരുവനന്തപുരം കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് ഗ്രൗണ്ടിലെ RSS പരിപാടി പോലീസ് തടഞ്ഞത് ബോധപൂർവമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ പറഞ്ഞു. RSSന്റെ നേതൃത്വത്തിൽ കള്ളിക്കാട് നടന്ന സാംഘിക്കിന് നേരെ പോലീസ് നടത്തിയ നീക്കം ബോധപൂർവമാണെന്നും CPMന്റെയും കോൺഗ്രസിന്റെയും വാക്കുകേട്ട് മനഃപൂർവ്വം പോലീസ് സംഘർഷം സൃഷ്ടിക്കുകയാണ് ചെയ്തതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ പറഞ്ഞു. പോലീസിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ അഹങ്കാരത്തിൽ CPMും കോൺഗ്രസും അതുപോലെ കാട്ടാക്കട DYSPയും അതുപോലെ താലൂക്ക് തഹസിൽദാരും അടങ്ങുന്ന ഏകദേശം 10,000-ഓളം വരുന്ന പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്റ്റേഡിയത്തിൽ പോലീസിൻ്റെ അഹങ്കാരത്തോടുകൂടിയുള്ള പൂട്ടുകയും അതിനെ തുറന്നു കൊടുക്കാത്ത രീതിയിലേക്ക് അങ്ങനൊരു പ്രവർത്തനത്തിലേക്കും പോയത്. CPM കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തത് നെയ്യാർ ഡാം CAയും കാട്ടാക്കട DYSPയും വിളിച്ചറിയിച്ചിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പ്രസിഡന്റ് ആരോപിക്കുന്നു. ഏകദേശം ഒരു 6-7 മണിക്കൂറോളം ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മെയിൻ സ്വിച്ച് വരെ വലിച്ച് ഓഫാക്കി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന സ്ഥാപനങ്ങളിൽ അടിക്കുകയും മേശയിൽ അടിക്കുകയും വളരെ ആക്രോശിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും സമരം നടത്തിയിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു ഒത്തുകളി ഇതിലുണ്ടായിരുന്നു. പോലീസിൻ്റെ ഡാമിലെ നെയ്യാർ ഡാം SHO ഒരു കത്ത് തയ്യാറാക്കുകയും ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഇവിടെ ക്രമസമാധാനം തകർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ ബഹളം വച്ച ഈ രാഷ്ട്രീയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലും തയ്യാറാവാതെ പഞ്ചായത്ത് കൊടുത്ത സ്റ്റേഡിയത്തിൽ കളിക്കുവാൻ വന്നാൽ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണിയുടെയും അതുപോലെ തന്നെ ഒരു സമ്മർദ്ദത്തിൻ്റെയും ഭാഗമായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഈ രാഷ്ട്രീയ സംഘത്തിൻ്റെ ആളുകൾക്ക് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറണം എന്ന് കത്ത് കൊടുക്കേണ്ടി വന്നത്. ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.